എൻ്റെ ഫസ്റ്റ് ഭജൻ കണക്ട് ആണ്. കാരണം നവീൻ ഈ ഭജൻ കണക്ട് ഐഡിയ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ കാനഡയ്ക്ക് പോയതിന് ശേഷമാണ്. ഞങ്ങൾ ഓൾറെഡി പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പം ഞാൻ കാനഡയ്ക്ക് പോകുമ്പോഴാണെങ്കിലും ഇവൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടായിരുന്നു, നിനക്കൊരു 1 ഇയർ കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്ന് ഇവൻ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. പക്ഷേ PR റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പോകേണ്ടതായിട്ട് വന്നുകൊണ്ടാണ്. അപ്പം എൻ്റെ ആദ്യത്തെ ഭജൻ കണക്റ്റാണ് കേരളത്തിൽ. ഞങ്ങൾ ഓൾറെഡി നമുക്ക് നന്ദഗോവിന്ദം ടീമുണ്ട് കാനഡയിൽ. അവിടെ നമ്മൾ ഭജൻ കണക്ട് എന്നുള്ള രീതിയിൽ നമ്മൾ 1-2 പ്രോഗ്രാംസ് അവിടെ കണ്ടക്ട് ചെയ്തിരുന്നു. പക്ഷേ എൻ്റെ എന്താ പറയുക, നമ്മുടെ ഫുൾ ടീമിൻ്റെ കൂട്ടത്തിൽ ഫസ്റ്റ് ഭജൻ കണക്ട് ആയിരുന്നു ഇപ്പോൾ ഈ കൊല്ലത്ത് നടന്നത്. ശരത് സാറ് വന്നു. അത് വലിയൊരു ബ്ലെസ്സിങ് ആണത്. ശരത് സാർ നമ്മൾ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ സാറിൻ്റെ പാട്ടുകൾ കുത്തി ഇരുന്ന് എഴുതി പഠിച്ച് പാടിയിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം സാറിനൊപ്പം ഇരുന്ന് പാടുക എന്ന് പറയുന്നത് ശരിക്കൊരു സ്വപ്ന തുല്യമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു. ഇനി ഫുൾ ടൈം നന്ദഗോവിന്ദത്തിന്റെ കൂടെ ഉണ്ടാവോ? ആഗ്രഹം അതാണ്. തിരിച്ചു വരണം എന്നുണ്ട്. അതാണ് മനസ്സിലുള്ളൊരു പ്ലാൻ. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും. എനിക്കൊരു സ്പെഷ്യൽ ആഗ്രഹമുണ്ട്, ഇവിടെ ഇരുന്ന് ഈ അമ്പലത്തിൽ നട വെച്ചിട്ടൊരു പാട്ട് നിങ്ങളുടെ കേൾക്കണം. അമ്പാടി വാനമ്പാടി ആനന്ദഗാനം പാടി, അമ്പാടി വാനമ്പാടി ആനന്ദഗാനം പാടി, അമ്പാടി വാനമ്പാടി ആനന്ദഗാനം പാടി, അമ്പാടി വാനമ്പാടി ആനന്ദഗാനം പാടി, ഗോപിക ചിത്തം വാടി കണ്ണനെ തേടി തേടി, ഗോപിക ചിത്തം വാടി കണ്ണനെ തേടി തേടി, സജ്ജനങ്ങൾക്കു മോടി ദുർജനങ്ങൾക്കു പേടി, സജ്ജനങ്ങൾക്കു മോടി ദുർജനങ്ങൾക്കു പേടി, സജ്ജനങ്ങൾക്കു മോടി ദുർജനങ്ങൾക്കു പേടി, സജ്ജനങ്ങൾക്കു മോടി ദുർജനങ്ങൾക്കു പേടി, വേദത്തിൻ പ്രാണനാടി ശ്രീരാധകൃഷ്ണ ജോഡി, വേദത്തിൻ പ്രാണനാടി ശ്രീരാധകൃഷ്ണ ജോഡി, അമ്പാടി വാനമ്പാടി ആനന്ദഗാനം പാടി. മനോഹരം. ഇതൊക്കെ ഇവിടുന്ന് നമ്മൾ പാടി തുടങ്ങിയ തുടങ്ങിയാണ്. ഇതിപ്പോ കഴിഞ്ഞ ദിവസം ഭജൻ പാടിയിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇവിടെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടല്ലോ. ഇപ്പൊ നോക്കുമ്പോ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരുപാട് ഒരു യാത്ര ചെയ്തിട്ടുണ്ട്. തിരിച്ച് നിങ്ങൾ ഓർക്കുന്ന സമയത്ത്, അതായത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു, തുടങ്ങിയ സമയത്ത് ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല, ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇഷ്ടം ഉണ്ടായിരുന്നു ഇതിനോട്. പക്ഷേ ഈ ഒരു വലിയ മാറ്റം, അല്ലെങ്കിൽ ഇപ്പൊ ചുറ്റുള്ള ആളുകൾ, ഇവിടെയുള്ള ആളുകൾ ഭയങ്കര തരുന്ന ഒരു സപ്പോർട്ട്, അതൊക്കെ നിങ്ങൾ എങ്ങനെയാ കാണുന്നത്? ആ ഒരു ബ്ലെസ്സിങ് എങ്ങനെയാ കാണുന്നത്? അതിനെ ബ്ലെസ്സിങ് ആയിട്ട് തന്നെ കാണുന്നു. സത്യം, അതായത് ഭയങ്കര സന്തോഷം. അത് ഓവർവെൽമിങ് ആണ്. അതുപോലെ തന്നെ നമ്മൾ റെസ്പോൺസിബിളായി കൂടുതൽ. അപ്പോൾ ഇതിനൊക്കെ ഒത്തിരി എല്ലാവരും തലയിലേക്ക് കയറ്റാതെ, അതിനെ നമ്മൾ അതാണല്ലോ, തലയിലേക്ക് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്നുണ്ടാവും, ചിലപ്പോൾ നാളെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. അപ്പോൾ പക്ഷേ ഇതിനു വേണ്ടി നാളത്തേക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒറ്റ കാര്യം. അപ്പോൾ ഇന്നത്തെ കാര്യത്തിൽ മതിമറന്നു പോകാതെ ഇതിനെ നാളെ സസ്റ്റൈനബിളായിട്ട് നമുക്ക് മുന്നോട്ട് ഇതിനേക്കാളും മുകളിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഓരോ ദിവസത്തെയും ഉള്ള ചിന്ത. അപ്പം പുതിയ പാട്ടുകൾ ചെയ്യുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഇനിയുള്ള നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് തന്നെയല്ലല്ലോ ഇനി 3 വർഷം ചെയ്യേണ്ടത്, അല്ല 5 വർഷം ചെയ്യേണ്ടത്. അപ്പോൾ അതല്ലാണ്ട് ഇനി അടുത്ത 5 വർഷം എന്താണോ ചെയ്യേണ്ടത് എന്നുള്ള ചിന്തയാണ്. അപ്പം പക്ഷേ ഇതിനെല്ലാം ഞങ്ങൾ ആ സ്നേഹം നാട്ടുകാരുടെയും, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ആൾക്കാരുടെയും, അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാം സ്ഥലത്ത് ചെല്ലുമ്പോഴുള്ള അവരുടെ എല്ലാം സ്നേഹമൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്നുണ്ട്. കാര്യം അവർ തരുന്നത്, നമ്മൾ വന്നപ്പോൾ ഡിസ്കസ് ചെയ്യുന്നല്ലോ അമ്മമാരുടെയൊക്കെ സ്നേഹം, അത് ഭയങ്കര, അതൊക്കെ സ്വന്തം മക്കളെ പോലെയാണ് ഇവരൊക്കെ കാണുന്നത് നമ്മളെ. അത് അത്രയും സ്നേഹമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ചേട്ടന്മാരായിട്ടുള്ള അനിയന്മാരും എല്ലാവരും കാണുന്നത് നമ്മളെയൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ്.
ഇപ്പം നിങ്ങളുടെ ഒരു വീഡിയോ അത് റീലാണെങ്കിൽ കൂടെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വൈറലാകും, അല്ലെങ്കിൽ ഇത്ര വ്യൂ ഉറപ്പാണ് ഓൾറെഡി. സോ ഈ വ്യൂ കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് കുറയുന്ന സമയത്ത് നിങ്ങളത് ബാധിക്കാറുണ്ടോ? അല്ലെങ്കിൽ അതിപ്പം ചേഞ്ചസ് വരും, അല്ലെങ്കിൽ ഇത്ര വ്യൂ അത് നിങ്ങളെ മനസ്സിലേക്ക് എടുക്കാറുണ്ടോ? അതിനിപ്പോൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണോ, അല്ലെങ്കിൽ ചുറ്റുമുള്ള നിങ്ങളുടെ കൂടുതൽ ആളുകളോട് അത് ബാധിക്കാൻ പാടില്ല എന്നൊരു കോൺവെർസേഷൻ വരാറുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. അത് ഇന്നത്തെ കാര്യം കണ്ടിട്ട് നമ്മൾ അതിൽ ഭയങ്കര ഇതാ പറഞ്ഞത്. അപ്പോൾ അതിൽ ഒത്തിരി സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ നാളെ അത് ഉണ്ടാകാതിരിക്കും. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് പേഴ്സണലി നമ്മളതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ബെറ്റർ ആകാൻ നോക്കുക. നമ്മൾ എന്തിലാണോ ചെയ്യുന്നത്, എന്താണോ ചെയ്യുന്നത്, അത് ബെറ്റർ ആകാൻ. അതാണ് ഞങ്ങളെപ്പോഴും ടീമിനകത്താണേലും എല്ലാം നമ്മൾ സംസാരിക്കുന്നൊരു കാര്യം അതാണ്. ഇന്നിപ്പം നവീൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഭജൻ കണക്റ്റാണ്, അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. അപ്പം നെക്സ്റ്റ് ലെവലിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻ നടന്നുണ്ട്. അതിൻ്റെ അടുത്ത നമ്മൾ എന്താണോ ചെയ്യണമെന്നുള്ള കുറേ പ്ലാൻസ് ഉണ്ട്. അതെല്ലാം നമ്മളത് ഈ വരുന്ന 2026, 2027 നമ്മളത് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിനുശേഷം നോക്കാം. നമ്മൾ ചെയ്യാനുള്ള പണി നമ്മൾ ചെയ്യുക. ആദ്യകാലങ്ങളിൽ നോക്കിയിരുന്നു വ്യൂസ്. ഞങ്ങളുടെ ഈ നീലമലയിലൊക്കെ ഇട്ട സമയത്ത് നമ്മൾക്ക് ഈ ആദ്യത്തെ 100K വ്യൂ ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. കാരണം അന്നൊക്കെ വ്യൂസ് 5K ഒക്കെ കിട്ടുന്ന തന്നെ വളരെ ഇതായിട്ടാണ്. അപ്പം നീലമലയിലിട്ട് നവീൻ എന്നെ വിളിച്ച് ഇപ്പോൾ പോകുന്നുണ്ട്, അതേ നമ്മുടെ 100K എന്താ സംഭവിക്കുന്നത് അറിയുന്നില്ല. അപ്പം നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. പക്ഷെ അപ്പോഴാണ് ശരിക്കും അതായിരുന്നു ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ എന്ത് കൊടുത്താലാണ് ആളുകൾ കൂടുതൽ നമ്മളിൽ എന്താ പറയുക അക്സെപ്റ്റൻസ് കിട്ടുന്ന എന്നുള്ളൊരു ടേണിംഗ് പോയിന്റ് ശരിക്കും നീലമലയിൽ നിന്നുള്ള ആ കോവിഡിൻ്റെ ആ ടൈമിൽ നമ്മൾ ചെയ്തതായിരുന്നു. പിന്നീട് അതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കൂടുതൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതില്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വ്യൂസ്, കമൻസ്, ഓക്കെ, അത് ഓഫ് കോഴ്സ് അതുണ്ടാവും. പണിയെടുക്കുക, റിസൾട്ട് പുറകെ വരും, അത്രേ ഉള്ളൂ. ഈ ചിലർക്ക് ചില നമ്പറുകൾ ഭയങ്കര ലക്കായിട്ട് തോന്നാറുണ്ട്. അപ്പം എനിക്ക് കേട്ടിട്ടുണ്ട് 7 എന്ന് പറയുന്നത് നവീൻ ചേട്ടന്റെ ലൈഫിലൊരു ലക്കി നമ്പർ ആണെന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അല്ല, പോസിറ്റീവ് പറഞ്ഞ കാര്യമാണെങ്കിൽ തെറ്റാണ്. അത് 7 വർഷമല്ല ഞങ്ങള് കണ്ടത്. ഞങ്ങള് 2000 അപ്പോൾ എത്ര വർഷമായി? 13 കല്യാണം കഴിച്ചെങ്കിൽ ഞങ്ങൾ കണ്ടത് 2005. അപ്പം 8 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിനുശേഷം കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം അത് 7 വർഷത്തിനടുത്തായിരുന്നു കഴിഞ്ഞിട്ടാണ് കുട്ടികളുണ്ടാകുന്നത്. അത് കറക്റ്റാണ്. പക്ഷേ കുട്ടികൾക്ക് 5 വയസ്സായിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ 7 വയസ്സായെന്ന് പറഞ്ഞേക്കുന്നത്. 7 വയസ്സാകുമ്പോഴാണ് ഫേമസ് ആണ്. അവർക്ക് 5 വയസ്സായിട്ടുണ്ട്. അപ്പോൾ 8, 7, 5 വ്യത്യാസം. അതിനകത്തെല്ലാം 7, 7, 7 എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ നവീനെ അത് അയച്ചു കൊടുത്തു. ഞാൻ ചോദിച്ചു, നീ ഇതറിഞ്ഞായിരുന്നു എന്ന് ചോദിച്ചിട്ട്. എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് എൻ്റെ ലക്കി നമ്പർ 8 പറയുന്നു. ഞാൻ വിശ്വസിച്ചോണ്ടിരുന്നത് 9 വിശ്വസിച്ചോണ്ടിരുന്നു. അപ്പൊ ഇങ്ങനൊന്നും ഉണ്ടെന്ന് എനിക്കറിയില്ല. ഈ ലക്കി നമ്പറൊക്കെ ഉണ്ടാവും അറിയില്ല. ഇല്ല, അത് വെറുതെ ഉള്ള കാര്യമാണ്. പറയുന്നില്ല, അല്ല വെറുതെ പറയുന്നില്ല, അറിയില്ല. 7 പറഞ്ഞത് അതല്ല, അത് അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ മേ ബി ലക്കി നമ്പർ 7 ആയിരിക്കും, 8 ആയിരിക്കും, 9 ആയിരിക്കും. അത് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഞങ്ങളത് ഇതുവരെ നോക്കിയിട്ടുമില്ല. പക്ഷെ ആ പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയുന്നത് അതിനെ കുഴപ്പമില്ല. ഇപ്പൊ ഓൾറെഡി നിങ്ങളെ കുറിച്ച് ഫാൻസ് ആരാധകർ ഡെയിലി വീട്ടിൽ നടക്കുന്ന ഫാമിലി, കുട്ടികൾ എല്ലാവരെ കുറിച്ച് ഇപ്പൊ റിസർച്ച് ചെയ്യും. അവരൊക്കെ ഇപ്പൊ കണ്ടിട്ടില്ലെങ്കിൽ കൂടെ നമുക്ക് എല്ലാവരും അറിയാം. പഞ്ചൂട്ടൻ എന്നല്ലേ പഞ്ചു പേര് സ്കന്ദനാണ്. പേരുകളൊക്കെ ഗംഭീര പേര്. സ്കന്ദൻ, മോളുടെ പേര് പ്രസിദ്ധ. ട്വിൻസ് ആണ്. ആള് മദ്ദളം നന്നായിട്ട് മൃദംഗം മൃദംഗമായി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സംഗീതത്തോട് നല്ല താല്പര്യം ഇപ്പോഴേ അവനുണ്ട്. അവളും പാടും ഇടയ്ക്കൊക്കെ, അങ്ങനെ മൂളിയൊക്കെ പാടും. പക്ഷെ അത്ര കൂടുതൽ താല്പര്യം മോനാണ്. ഇപ്പൊ ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ ഇന്റർവ്യൂല് കൊട്ടാരത്തിൽ പോയിട്ട് പാടാൻ എന്ന ആഗ്രഹം ഉണ്ടായിരുന്നത് എപ്പോ വേണമെങ്കിലും നടക്കാമെന്ന രീതിയിലായിരുന്നു. ഇപ്പൊ അത് നടന്നു. സോ അതെങ്ങനെയുണ്ടായിരുന്നു? അതൊരു രസമായിരുന്നു. എന്താ പറയേണ്ടത്, നമ്മള് പത്മനാഭസ്വാമി ടെമ്പിളില് ജനുവരി 1 ന്യൂ ഇയറിൽ ഒരു പ്രോഗ്രാം കിട്ടുക, അതും വലിയൊരു ഓഡിയൻസ്. അപ്പം അന്ന് രാവിലെ തന്നെ അവിടെ വന്നപ്പോഴത്തേനും പറഞ്ഞു, നമുക്കിന്ന് കൊട്ടാരത്തിൽ പോയിട്ട് നമുക്ക് അവിടെ അവരെ എല്ലാവരെയും ഒന്ന് നേരിട്ട് മീറ്റ് ചെയ്യണം. ഭയങ്കര ഓപ്പൺ, എന്താ പറയണ്ട, ഒരു ഡൗൺ ടു എർത്ത് മനുഷ്യന്മാർ. ഒരു ഇപ്പോൾ അതിൻ്റെ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ടെമ്പിളാണ് ആലോചിക്കണം. അതെ. അപ്പോൾ അവിടുത്തെ പക്ഷേ അതിൻ്റെ യാതൊരു എന്തെങ്കിലും അതിൻ്റെ അഹംഭാവം ഒന്നുമില്ലാത്തൊരു സാധാരണ, നമ്മൾ എന്താ പറയണ്ടത്, നമ്മൾ വളരെ കാഷ്വലായിട്ട് നമ്മളെയൊക്കെ മീറ്റ് ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്തു തന്നു, നമുക്ക് ഗിഫ്റ്റുകൾ തന്നു. അവിടെ ചെന്ന് അവരെ മീറ്റ് ചെയ്തു, പാട്ട് പാടാൻ പറ്റി. ഭയങ്കര രസമായിരുന്നു. അവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നുണ്ട്. എന്നോട് ചോദിച്ചു,
നീ എന്താ ദുബായി പോയി കിടക്കുന്നത്, ഇവിടെ നിന്നാ പോരെ എന്നൊക്കെ ചോദിച്ചു. നമ്മളുടെ അമ്മമാരൊക്കെ ചോദിക്കത്തില്ല, അവിടെ തമ്പുരാട്ടി എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്ത് ചുമ്മാ ആവശ്യമില്ലാണ്ട് എല്ലാ ആഴ്ചയിലും ദുബായി പോയി വരുന്നത്, ഇവിടെ നിൽക്കൂ പോണ്ടെന്ന്. ശരിക്കും ഈ ഇപ്പൊ കൂടെയുള്ള ആളുകൾ പലരും ജോലി വിട്ട് ഇപ്പം ഫുൾ ടൈം ആയിട്ടുണ്ട്. ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മുഴുവൻ സമയം നിൽക്കണം തന്നെയായിരിക്കും. അത് ഇപ്പം എത്ര ശതമാനം ഇനിയിപ്പം? അന്ന് നമ്മൾ പറഞ്ഞത് ജേണി എന്നല്ലായിരുന്നു അതെ, എൻ്റെ 50 ശതമാനം എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഫുൾ ടൈം ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ഈ ഒരു ഓട്ടം ഉണ്ടല്ലോ, അതായത് നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ തൃശ്ശൂർ ആണെങ്കിൽ അടുത്ത ദിവസം എറണാകുളത്ത് കാണാം. സോ നിങ്ങൾക്കുള്ളൊരു ഓട്ടം ഉണ്ട്. പക്ഷേ പാഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന് പുറകെ നിങ്ങൾ മാക്സിമം, അത് നിങ്ങൾ ജോലി ചെയ്യുന്ന അതിന്റെ കൂടെയാണ് പാഷന്റെ പുറകെ പോകുന്നത്. ഒരു ഹാർഡ് വർക്ക് അവിടെ ഉണ്ട്. അത് എങ്ങനെയാ ഇത്രയും തിരക്ക് പിടിച്ചിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യണം? ആ ബിസി സ്കെഡ്യൂൾ എങ്ങനെയാണ് നിങ്ങളത് കാണുന്നത്? ഇന്നലെ രാജേഷ്, നമ്മുടെ കൂട്ടത്തിൽ ഹാർമോണിയം വായിക്കുന്ന രാജേഷും ഞാനും കൂടെ ഇന്നലെ രാവിലത്തെ പ്രോഗ്രാമിന് ഹരിപ്പാട് ഇരിക്കുമ്പോഴത്തേക്ക് ഞങ്ങളൊരു കാര്യം പറഞ്ഞു. ഞങ്ങൾ വെളുപ്പിനെ 4 മണിക്കാണ് ഹരിപ്പാട് എത്തിയത്, തൃശ്ശൂർ പ്രോഗ്രാം കഴിഞ്ഞിട്ട്. 7 മണിക്ക് എഴുന്നേറ്റ് റെഡിയായി 9 മണിയായപ്പോൾ ഞങ്ങൾ വെന്യൂവിലെത്തി. ഈ സെയിം കാര്യം ഒരു എംപ്ലോയർക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ലീവ് എടുക്കത്തുള്ളൂ അല്ലേ? 4 മണിക്ക് എത്തി, 3 മണിക്കൂർ ഉറക്കം, 7 മണിക്ക് റെഡിയായി എത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ലീവ് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ പാഷനാണ് ഞങ്ങളെ ഡ്രൈവ് ചെയ്യുന്നത്. ഇന്നലെ ഒറ്റ ദിവസം ഞങ്ങൾ 9 മണിക്ക് എത്തി, 1 മണിക്കൂർ സൗണ്ട് ചെക്ക്, 2.5 മണിക്കൂർ പാടി. ഇന്നലെ രണ്ടാമതൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് നേരത്തെ കമ്മിറ്റ് ആയതുകൊണ്ടാണ് രണ്ട് പ്രോഗ്രാം ഒന്നും ഇനി ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് വരില്ല. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് അത് കഴിഞ്ഞ് വൈകുന്നേരം വന്നു, 1 മണിക്കൂർ സൗണ്ട് ചെക്ക്, 2.5 മണിക്കൂർ പരിപാടി. അപ്പം 5 മണിക്കൂർ പാട്ട്, 2 മണിക്കൂർ സൗണ്ട് ചെക്ക്, ഏകദേശം 7 മണിക്കൂർ ഞങ്ങൾ ഇന്നലെ സ്റ്റേജിൽ തന്നെ ഇരിപ്പാണ്. ഈ ചമ്പ്രം പിടിച്ചില്ലേ 7 മണിക്കൂറുള്ളത്. പിന്നെ ഇടയ്ക്കുള്ള യാത്രയും. അതിലിപ്പോൾ ഇപ്പം പറഞ്ഞ പോയിന്റാണ്, നമ്മളത് വേറെ വല്ലവർക്കും വേണ്ടി പണിയെടുക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുമല്ലോ വേണം, നമുക്ക് വേണ്ടി ആവുമ്പോൾ ഇതാ നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ആ എനർജിയാണ്. നമ്മൾ ആ സ്റ്റേജിൽ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ്നെസ് ഉണ്ട്, അതാണ് നമ്മൾ ആളുകളിലേക്ക് കൊടുക്കുന്നത്. അതാണ് ശരിക്കും ഈ പറഞ്ഞ 3 മണിക്കൂർ ഉറങ്ങിയിട്ടാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് സ്റ്റേജിൽ. അതെനിക്ക് തോന്നുന്നു ഈ അമ്പലം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി ശരിക്കും സഹായിച്ചിട്ടുണ്ട്. കാര്യം ഞങ്ങൾ ഈ പറഞ്ഞില്ലേ, ഏറ്റവും എത്ര മണിക്കൂറുകൾ ഞങ്ങൾ ഇവിടെ സപ്താഹത്തിനും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു എനർജി ഉണ്ട്. ആ ഒരു ഭയങ്കര ഒരു നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെയുള്ള ആൾക്കാരാകട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ചൈതന്യമാണോ എന്താണെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും നമ്മൾ വി ഓൾ ബിലീവ് ഇൻ എനർജി, നമുക്കൊരു പോസിറ്റീവ് എനർജി ആണല്ലോ. അപ്പം അവിടുത്തെ ആ ഒരു ചെറുപ്പകാലത്ത് ഇരുന്നിട്ടുള്ള ഈ മണിക്കൂറുകളോളം ഇരുന്ന് പാടിയുള്ള ഇതായിരിക്കും അല്ലേ. 7 ദിവസം സപ്താഹം നടക്കുമ്പോൾ പാടുന്ന കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ പാട്ട് നമ്മൾ മിക്ക ദിവസങ്ങളിൽ ഈ പറഞ്ഞ ഭജന തീരുന്ന ഏകദേശം 9:30 മണി 10 മണിക്കാണ്. അപ്പോൾ അതിനുശേഷം ആളുകൾ പോയതിന് ശേഷമാണ് വേദി ക്ലീൻ ചെയ്ത് പുഷ്പാലങ്കാരം ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം. അപ്പം നമ്മളൊക്കെ തന്നെയാണ് അതിനും കൂടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ഇവിടെ സഹസ്രനാമ പാരായണം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ആ സമയത്തെത്തും. അപ്പോൾ ഈ വേദി ക്ലീൻ ചെയ്ത് പുഷ്പാലങ്കാരം കഴിഞ്ഞ് പോകുന്നതെന്ന് ഏകദേശം 1:30-2 മണിക്കാണ് വീട്ടിൽ പോകുന്നത്. അത് കഴിഞ്ഞ് 6 മണിയാകുമ്പോൾ വീണ്ടും എല്ലാവരും തിരിച്ചു വരും. ഞങ്ങളുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇവിടെയുള്ള എല്ലാവരുടെയും കാര്യം പറയുന്നത്. അത് കാരണം ഒരു ഫാമിലിയാണ് എല്ലാവരും, അല്ലാതെ അമ്പലത്തിലെ കാര്യം നോക്കാൻ അവിടെ ആളാണ് അങ്ങനല്ല. അങ്ങനെ 7 ദിവസവും. അപ്പോൾ അതൊക്കെ ആയിരിക്കാം ഞങ്ങളെ മോൾഡ് ചെയ്തിട്ടുണ്ടാവുക. ഈ പറയുന്ന പോലെ യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ഉറക്കം കുറച്ച് സമയത്തേക്ക് മാറ്റി വെച്ചിട്ട് ഈ പറയുന്നത്. കാരണം അത് അന്ന് തൊട്ടേ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന എനർജി എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതാണല്ലോ, നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യത്തിനാണ് നമ്മൾ ഉറപ്പായിട്ടും എക്സ്ക്യൂസ് പറയും. നമുക്കറിയാം ഇതാണ് വേദിയിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന കാര്യം, ഇതാണ് നമുക്ക് ഓൾറെഡി നമുക്കറിയാം. അപ്പോൾ പിന്നെ 3 മണിക്കൂർ ഉറക്കമൊന്നും നമ്മളെ സംബന്ധിച്ചൊരു പ്രശ്നമല്ലാതായി മാറുന്നത് അവിടെയാണ്. ഈ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. ആൻഡ് 25 വർഷം ശേഷം വളരെ സക്സസ് ആയിട്ട് ഇവിടെ ഇരിക്കും. വളരെ പ്രൗഡാണ്. അത് നിങ്ങൾ കൊച്ചുനാൾ മുതൽ കാണുന്ന ഈ നാട്ടുകാർക്കായാലും എല്ലാവർക്കും അതൊരു ഭയങ്കര സന്തോഷവും പ്രൗഡൊക്കെ തന്നെയാണ്. അപ്പോൾ കണ്ണന് വേണ്ടി ഒരു പാട്ട് കൂടെ സ്പെഷ്യലായിട്ട് പാടിയിട്ട് നമുക്ക് ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാം സന്തോഷത്തോടെ. അടുത്ത പാടുന്ന പാട്ട് എൻ്റെ അരങ്ങേറ്റം നടന്ന അമ്പലം ഇത് തന്നെയാണ്. നമ്മൾ കർണാടക പഠിച്ചതിന് ശേഷം കച്ചേരി ചെയ്ത് ആദ്യത്തെ ഇവിടെയാണ് ചെയ്തത്. അപ്പോൾ അന്ന് എൻ്റെ ടീച്ചർ പഠിപ്പിച്ചൊരു പാട്ടുണ്ട്. അന്ന് ഇപ്പോൾ 2004 അരങ്ങേറ്റം നടന്നത് ഇവിടെ. അപ്പോൾ 2004 പാടിയിട്ട് ഇന്നേ ഒരു ആ പാട്ട് ഞാൻ പാടിയിട്ടില്ല. പക്ഷേ ഇവിടെ ഇരുന്നപ്പോൾ ആ പാട്ട് ഓർമ്മ വന്നു. അപ്പോൾ ഞാനതാണ് ജസ്റ്റ് ഒന്ന് എൻ്റെ ട്യൂൺ ശരിയാണോ, 22 വർഷമായില്ലേ, അപ്പോൾ അതിൻ്റെ ട്യൂൺ ഇതാണോ വരി ഇതാണോ ഒന്നും ഓർക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് മൂളാം. തെറ്റുകളൊക്കെ എല്ലാവരും ക്ഷമിക്കുക. വേമ്പിൻ കുളങ്ങരേ വാഴും മഹാവിഷ്ണു തമ്പുരാനേ നിന്നെ കൈതൊഴുന്നേൻ അൻപോടടിയന പാദപത്മങ്ങളിൽ കുമ്പിട്ട് കൂപ്പി വണങ്ങിടുന്നേ
വേമ്പിൻ കുളങ്ങരേ വാഴും മഹാവിഷ്ണു തമ്പുരാനേ നിന്നെ കൈ തൊഴുന്നേ.